കഴിഞ്ഞ ജനുവരി 3 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടാണ്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് കിട്ടലേ ഇല്ല. ഞാൻ ഈ ബേസ് ഉണ്ടാക്കി കൊടുക്കലേലും ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വാവയെ ചെയ്യൽ. വാവയ്ക്ക് ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇപ്പം. അപ്പം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് ഉണ്ടാക്കി ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് ചെയ്തത്. അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് കൊണ്ട് ഡെക്കറേഷൻസ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയായി കേക്ക് മുറിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ ആയ ശേഷം എന്നോട് പെട്ടെന്ന് വണ്ടി കയറുമെന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ എടുത്തിട്ട് എവിടെയാണ് പോകുന്നത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് അറിയില്ല ഇവരെന്തോ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ എന്നെ കൂട്ടിയിട്ട് പോയത് മാടായി പാറക്കേക്കാണ്. അങ്ങനെ എന്നിട്ട് എന്താ അറിയില്ല കണ്ണൊക്കെ കെട്ടി നിൽക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതൊക്കെ വാവ എടുത്ത വീഡിയോ ഞാൻ പിന്നെയാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇത് ലൈറ്റ്സൊക്കെ വെച്ചിട്ട് എന്തോ ചെറിയൊരു സർപ്രൈസ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്നെ കൂട്ടിയിട്ട് വന്നിട്ട് ഇത് കാണിച്ചതപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് പരിപാടിയെന്ന്. എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ്. സാധാരണ കേക്ക് ഉണ്ടാക്കും, വീട്ടിൽ നിന്ന് മുറിക്കും, എല്ലാവരും കൂടി കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ അങ്ങ് തീരുന്നൊരു ബർത്ത്ഡേ ആണ്. അപ്പം ഇങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അങ്ങനെ നമുക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ കണ്ണ് കഴിച്ചപ്പോൾ ഞാനിത് കണ്ടത്. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്തു. നമ്മൾ കാരണം വെറുതെ ഇരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ വെറുതെ പറയില്ല നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ആഘോഷിച്ചാലോ ഇവിടെ പോയിട്ട് ആഘോഷിച്ചാലോ അങ്ങനെയൊന്നും ചെയ്യലല്ലോ. ഇങ്ങനെ വെറുതെ സങ്കല്പത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ആഘോഷം ഉണ്ടായത്. അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചു, എന്നിട്ട് നമ്മൾ കഴിച്ചു. അപ്പം നല്ല ഇതായിരുന്നു. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഒരു മൂലയിലായിരുന്നു. നല്ല തണുത്ത കാറ്റും നല്ല നിലാവൊക്കെ ആയിട്ട് നല്ല സുഖമുള്ളൊരു സമയമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ ബർത്ത്ഡേ ആഘോഷം കഴിച്ചപ്പോൾ എനിക്ക് 38 വയസ്സായി. വയസ്സ് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. ചില ആൾക്കാർക്ക് വയസ്സ് പറയുമ്പോൾ എനിക്ക് അങ്ങനെ മടിയൊന്നുമില്ല. ഇത്രയും കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നു എന്നുള്ളത് ഒരു അനുഗ്രഹം തന്നെയല്ലേ. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. ബർത്ത്ഡേകൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ആഘോഷം. അതിന് ശേഷം കുറേ ഗിഫ്റ്റൊക്കെ തന്നു കേട്ടോ രണ്ടാളും. വാവ കുറേ ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വാവ അധികം അങ്ങനെയൊക്കെ ചെയ്യുക, ഹാൻഡ് മെയ്ഡായിട്ട് കുറേ ഗിഫ്റ്റ് ഉണ്ടാക്കും, വാങ്ങിക്കും. അതുപോലെ ഏട്ടന് തന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് എന്തൊക്കെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടെ. അപ്പോൾ അത്രയുള്ള എൻ്റെ വീഡിയോക്ക് ബൈ.